നമസ്കാരം, MC ന്യൂസിലേക്ക് സ്വാഗതം. കൊടും വേനലിനെ തോൽപ്പിക്കുന്ന വിശ്വാസക്കരുത്തോടെ തൃശൂർ അതിരൂപതയുടെ പാലയൂർ മഹാതീർത്ഥാടനം ശ്രദ്ധേയമായി. വിശ്വാസികളുടെ ആത്മീയ കരുത്ത് സഭയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സമാപന പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. കടുത്ത വേനലിനെ തുടർന്ന് ഈ വർഷം പുലർച്ചെയും വൈകുന്നേരവുമായി 2 ഘട്ടങ്ങളിലായാണ് തീർത്ഥാടനം സംഘടിപ്പിക്കപ്പെട്ടത്. ജസ്റ്റിസ് കുര്യൻ ജോസഫ്, മാർ ടോണി നീലങ്കാവിൽ, വികാരി ജനറൽമാർ, വൈദികർ, ആത്മായ നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. പാലയൂർ തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് ജൂബിലി മിഷൻ ആശുപത്രിയിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ യുവാക്കൾക്കൊപ്പം തൃശൂർ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, തീർത്ഥാടനം കൺവീനർ ഫാദർ ജിയോ തെക്കിനിയത്ത് എന്നിവർ രക്തം ദാനം ചെയ്തിരുന്നു. ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയുടെ പുതിയ ഫാർമസി കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പ് ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ജോയ് പുത്തൂർ നിർവഹിച്ചു. ലാഭേച്ഛ കൂടാതെ നിർധനരായ രോഗികൾക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്ന ഫാർമസിയായിരിക്കും ഇതെന്ന് ആശുപത്രി ഡയറക്ടർ ഫാദർ പോൾ പേരാമംഗലത്ത് പറഞ്ഞു. മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിൽ CLC ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അതിരൂപത CLC ഡയറക്ടർ ഫാദർ ജിയോ തെക്കിനിയത്ത് വിശുദ്ധ ബലി അർപ്പിച്ചു. തുടർന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു. വികാരി ഫാദർ ജോളി ചിറമ്മൽ CLC പതാക ഉയർത്തി. 1 വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പദ്ധതികൾക്കും രൂപം കൊടുത്തിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് വികാരി ഫാദർ റെനാൽ അറിയിച്ചു. തൃശൂർ സെന്റ് മേരീസ് ഓർഫനേജ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ പ്രൈവറ്റ് ITI സുവർണ ജൂബിലി നിറവിൽ. ശനിയാഴ്ച രാവിലെ 11 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും. പ്രൊഫസർ J. ഫിലിപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. തൃശൂർ കിഴക്കേക്കോട്ടയിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇപ്പോൾ നടത്തറയ്ക്കടുത്ത് കാച്ചേരി മഡോണ നഗറിലാണ് പ്രവർത്തിക്കുന്നത്. പടവരാട് ഇടവകയിൽ യുവജന സംഗമത്തിൽ 100 കണക്കിന് യുവാക്കളുടെ സജീവ പങ്കാളിത്തം. മെസ്മെര 2019 എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ ശ്രീ വർഗീസ് പോൾ ക്ലാസ് നയിച്ചു. വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത്, സഹവികാരി ഫാദർ ഡിയോൺസ് കാട്ടിലപ്പീടിക എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാലയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലേക്ക് മറ്റം ഫൊറോന ദേവാലയത്തിൽ നിന്ന് 50 നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ജാഗരണ പദയാത്രകൾ സംഘടിപ്പിച്ചു. അതിരൂപതയുടെ നേതൃത്വത്തിൽ തൃശൂർ പുത്തൻപള്ളിയിൽ നിന്നുള്ള ജാഗരണ പദയാത്രയ്ക്ക് പുറമെയാണിത്. വെള്ളിയാഴ്ചകളിൽ കുരിശിന്റെ വഴിക്ക് ശേഷമാണ് യുവാക്കളുടെ നേതൃത്വത്തിൽ ഇടവകജനം ജാഗരണ പദയാത്ര നടത്തിയത്. തൃശൂർ ഫാമിലി അപ്പോസ്തോലേറ്റിന്റെയും മാതൃവേദിയുടെയും നേതൃത്വത്തിൽ വിധവാ സംഗമം നടന്നു. അതിരൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നും എത്തിയ 300ഓളം വിധവകൾ പങ്കെടുത്ത യോഗം മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപതയിലെ സീനിയർ വൈദികനായ ഫാദർ റാഫേൽ ചിറ്റിലപ്പള്ളി അന്തരിച്ചു. ഞായറാഴ്ച പുലർച്ചെ 4:30 ജൂബിലി ആശുപത്രിയോടനുബന്ധിച്ചുള്ള സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിലായിരുന്നു അന്ത്യം. തിങ്കളാഴ്ച മുക്കാട്ടുകര സെന്റ് ജോർജ് പള്ളിയിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടന്നു. അഭിവന്യ മാർ ജോർജ് ആലപ്പാട്ട് പിതാവിൽ നിന്ന് 1960 പൗരോഹിത്യം സ്വീകരിച്ച ഫാദർ റാഫേൽ വേലൂർ, ഒല്ലൂർ, ഫൊറോന പള്ളികളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 26 പള്ളികളിൽ വികാരിയായി ദീർഘകാലം പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച അദ്ദേഹം 2003 കുരീച്ചിറയിൽ നിന്ന് വിരമിച്ചു. തുടർന്ന് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ കണ്ട ഫാദർ വടക്കൻ, അഗ്നിയിൽ വളർന്ന പാപ്പ, പൊലിയാത്ത പ്രണയം തുടങ്ങി 10ലധികം പുസ്തകങ്ങളുടെ രചയിതാവായ ഫാദർ റാഫേൽ പ്രെസ്ബിറ്ററൽ കൗൺസിൽ മെമ്പർ, പാസ്റ്ററൽ കൗൺസിൽ മെമ്പർ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തൃശൂർ അതിരൂപതയിലെ ദർശന സമൂഹത്തിന്റെ വാർഷിക കൺവെൻഷൻ ഏനാമക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിൽ നടന്നു. മാർ ടോണി നീലങ്കാവിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹ ബലി അർപ്പിച്ചു. 40 ഇടവകകളിൽ നിന്നായി 2000ഓളം അംഗങ്ങൾ പങ്കെടുത്തു. പൊതുസമ്മേളനം, സ്നേഹവിരുന്ന്, കുടുംബ സംഗമം എന്നിവ ഉണ്ടായിരുന്നു. ആബ റിന്യൂവൽ സെന്ററിൽ ഏപ്രിൽ മാസത്തിൽ വിവിധ ധ്യാനങ്ങൾ നടക്കുന്നു. ആബാനുഭവ ധ്യാനം ഏപ്രിൽ 7 മുതൽ 11 വരെയും 21 മുതൽ 25 വരെയും നടക്കുന്നു. കൂടാതെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് 25 മുതൽ 27 വരെയും യുവജനങ്ങൾക്ക് 28 മുതൽ 30 വരെയും പ്രത്യേക ധ്യാനങ്ങൾ നടക്കുന്നുവെന്ന് ഡയറക്ടർ ഫാദർ സജീവ് വിമട്ടി അറിയിച്ചു. വാർത്തകൾ സമാപിച്ചു. നിങ്ങൾക്ക് ചുറ്റുമുള്ള കത്തോലിക്ക വാർത്തകൾ ഞങ്ങളെ അറിയിക്കുക. വാട്സ്ആപ്പ് നമ്പർ 751 085 1887. നന്ദി.